സോഷ്യൽ മീഡിയ ആണെന്ന് എല്ലാത്തിൻ്റെയും വളനില. അവരാണ് തീരുമാനിക്കുക. ഒരു കഴിവും ഒരു വിവരവും ഇല്ലാത്തവൻ വൈറലാവാൻ എങ്ങനെയൊക്കെയോ ശ്രമിച്ചു അവസാനം അവൻ വൈറലാവുമ്പോൾ അവന് കുറച്ച് ഫാൻസൊക്കെ ഉണ്ടാവുമ്പോൾ വിവരമില്ലാത്ത വിഡ്ഢികളായ മനുഷ്യർ വിധിയെഴുതുകയാണ് ഇവൻ മഹാനാണെന്ന്. അതിൻ്റെ രണ്ട് തെളിവുകളാണ് ആറ്റക്കോയ എന്ന് പറയുന്ന കേരളത്തിലുള്ള പാവങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഹാമിദ് നോർത്ത് ഇന്ത്യയിൽ നടന്ന് ഹജ്ജിന് പോയി എന്ന് പറഞ്ഞ് ആകെ ചെയ്തൊരു ത്യാഗം. സ്റ്റേജുകളിൽ മുഴുവനും പൈതൽസെ മേ ഹജ്ജ് മേ ഗയാന്ന് പറഞ്ഞു പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ അത് വലിയൊരു ത്യാഗമാണ്, ചെയ്തത് ബദർ യുദ്ധത്തിനേക്കാളും വലിയ എന്തോ ഒരു സംഗതിയാണ് എന്ന് തോന്നിപ്പിക്കും വിധം ജനങ്ങളിലേക്ക് കുത്തി നിറച്ച് ആ പാവപ്പെട്ടവരെ വെച്ച് ജീവിക്കുന്ന ശിഹാബ് ചോറ്റൂർ രണ്ടും ഒരേപോലെയാണ്. എന്നാൽ ഈ രണ്ടു പേർക്കും ദീനിയായിട്ട് എന്തെങ്കിലും അറിയോ? രണ്ടുപേരും ദർസ് പഠിച്ചിട്ടില്ല, രണ്ടുപേരും കിതാബ് ഓതിയിട്ടില്ല. കേവലം മദ്രസയിൽ നമ്മളൊക്കെ പഠിച്ചതുപോലത്തെ അറിവ് മാത്രമേ ഉള്ളൂ. ശരിക്കും രണ്ടുപേർക്കും ഫാത്തിഹ ഓതാൻ അറിയോ? അതല്ലെങ്കിൽ അവരുടെ പല വീഡിയോസിലും അവർ ചൊല്ലുന്നത് നമുക്കറിയാമല്ലോ. ഒരു വിവരമുള്ള ആളും വിവരമില്ലാത്ത ആളും ഓതുന്നത് കണ്ടാലും നമുക്ക് വിലയിരുത്താൻ പറ്റുമല്ലോ. അപ്പോൾ അതൊന്നും അവർക്കറിയില്ല. പക്ഷേ അവർ മഹത്വൽക്കരിക്കപ്പെട്ടവരാണ്. ആരാൽ? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാൽ. എന്താലേ മനുഷ്യൻ്റെ ഒക്കെ അവസ്ഥ. അതേപോലെ വൈറലാവേണ്ട ഒരാളായിരുന്നു ഷിംജിത. പക്ഷേ ജയിലിലായി. ഇല്ലെങ്കിൽ അവളും ഇന്ന് മഹത്വൽക്കരിക്കപ്പെട്ടത്. അങ്ങനെ വൈറലാകുമായിരുന്നു. അങ്ങനെ ജനങ്ങളെ മഹാനാണെന്നും പണ്ഡിതനാണെന്നും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അവരാണ് വിധി എഴുതുകയാണ്. ശിഹാബ് ചോറ്റൂർ നടന്ന് ഹജ്ജിന് പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിൽ ഒരു ഇഷ്ടം അയാളോടുണ്ടായി. എങ്ങനെ നടന്നുകൊണ്ട് ഹജ്ജിന് പോകാനുള്ളൊരു മനസ്സ് ഈ ചെറുപ്പക്കാർക്കിടയിൽ ആ ചെറുപ്പക്കാരന് തോന്നിയല്ലോ. അപ്പോൾ ഞാനൊക്കെ പുകഴ്ത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. അറബിയിലും മലയാളത്തിലൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ ആ നടത്തം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി അങ്ങനെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് പലരും വരും. അവരുടെയൊക്കെ ലക്ഷ്യം നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശാണ്. ഇപ്പൊ സ്റ്റേജിലൊക്കെ നടന്ന് പറയാണ് മേ പൈതൽസെ ഹജ്ജ് മേ ഗയ. പാവപ്പെട്ട ഒറീസക്കാരും അതുപോലെ തന്നെ ജാർഖണ്ഡുകാരും അങ്ങനെയൊക്കെയുള്ള നോർത്ത് ഇന്ത്യൻസ് ഇവരെന്തോ വലിയ ബദർ യുദ്ധത്തിനേക്കാളും വലിയ പുണ്യ പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി പാവങ്ങളായ ആളുകൾ, അവർക്കൊല്ലാതൊന്നും അറിയില്ലല്ലോ ദീനിനെക്കുറിച്ച്. അല്ല, ദീനിനെക്കുറിച്ച് അറിയുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആറ്റക്കോയക്ക് ജനങ്ങൾ കൊടുക്കുന്ന സ്വീകാര്യത നോക്കി. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ഇത്രത്തോളം വിഡ്ഢികളായി മാറരുത് കേട്ടോ. ഇത്രത്തോളം വിഡ്ഢികളായി മാറരുത്. നിങ്ങൾ വിഡ്ഢികളായി മാറുമ്പോൾ ഇതുപോലെ പല അവതാരങ്ങളും പിറവിയെടുക്കും. അവരുടെയൊക്കെ ലക്ഷ്യം നിങ്ങളുടെ പോക്കറ്റാണ്. ഇത് ആരോട് പറയാനും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ എന്നാലും ചിലർക്കെങ്കിലും ഒരു ഉത്ബോധനം ആയാലോ എന്ന് വിചാരിച്ച് പറയുന്നതാണ്. ദിക്റും സ്വലാത്തും ചൊല്ലി വരുന്നവൻ ഒരിക്കലും സോഷ്യൽ മീഡിയ വരൂല. അങ്ങനെ നിങ്ങൾക്ക് ദിക്റ് സ്വലാത്തൊക്കെ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യനെ കാണുമെങ്കിൽ അവനും സോഷ്യൽ മീഡിയ ആയിട്ടൊരു ബന്ധമുണ്ടാവില്ല.